വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. ഉറപ്പുള്ള പാടുമോ? രാജമുടി ചൂടി രാജാധിരാജനേ, രാജമുടി ചൂടി രാജാധിരാജനേ, ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം, ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം. തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. ഉറപ്പുള്ളവർക്ക് കൂടി പറഞ്ഞോ? തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഉറപ്പുള്ളവർ കരങ്ങളെ ചേർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ 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 ഇതുപോലെ ശക്തിയോടെ ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ആ ദൈവ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹൃദയത്തിനുള്ളിൽ ഉറപ്പുള്ളവർ, കർത്താവിന്റെ വരവെങ്കിൽ ഞാനും എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവർ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പഠിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഹല്ലേലൂയ. കാനായിലെ കല്യാണ വീട്ടിലേക്ക് നടന്നു വരുന്ന ഒരു യേശുക്രിസ്തുവിനെ അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. താൻ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നൊരു വ്യക്തിയാ, അവിടെ വലിഞ്ഞു കയറി വന്നൊരു വ്യക്തിയല്ല. ഹല്ലേലൂയ. വിരുന്നുവാഴികളും ഹല്ലേലൂയ മണവാളന്റെ കുടുംബവും ക്ഷണിച്ചതനുസരിച്ച് ആ ഭവനത്തിൽ കടന്നു വന്നൊരു വ്യക്തിയാ. ഹല്ലേലൂയ. ഈ വചനഭാഗം ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യഹൂദ ആചാരമനുസരിച്ച് ഹല്ലേലൂയ ഒരു വ്യക്തി വിരുന്നിന് വിരുന്നിന് കടന്നു വന്നാൽ ആ ഭവനത്തിൽ എത്തുമ്പോൾ ഹല്ലേലൂയ ആ ഭവനത്തിലെ തലവൻ അല്ലെങ്കിൽ ആ കുടുംബക്കാര് ഹല്ലേലൂയ വിരുന്നിന് വരുന്ന വ്യക്തികളെ അവരുടെ കാൽ കഴുകി കാൽ തുടച്ച് അവരെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് അവരെ പ്രധാന സ്ഥലത്ത് കൊണ്ടിരുന്ന ഒരു പരിപാടിയുണ്ട്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു. ഇതൊന്നും അന്ന് അവിടെ നടന്നില്ല. യേശുവിനെ അങ്ങനെ സ്വീകരിച്ചിരുത്തിയതായിട്ടൊന്നും വചനം പഠിപ്പിക്കുന്നില്ലെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശു ആ ഭവനത്തിൽ ചെന്നു. ഹല്ലേലൂയ. വിരുന്നിന് വന്ന സകലരും പ്രധാന സ്ഥലത്ത് ഹല്ലേലൂയ ഇരിക്കുന്ന വേളയിൽ യേശു വിരുന്ന് നടക്കുന്ന ശാലയ്ക്ക് പുറത്തു നിൽക്കുകയാണ്. വചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാമായിരിക്കാം, യേശു എന്തിനാ ഒരു നാണം കെട്ടവനെ പോലെ തനിക്ക് നിയോഗിക്കപ്പെട്ട നിയമപ്രകാരം വിധിക്കപ്പെട്ട ഒരു വെൽക്കവും യേശുക്രിസ്തുവിന് ലഭിച്ചില്ല. ഒരു നാണം കെട്ടവനെ പോലെ ഒരു പക്ഷേ യേശുവും അവിടെ നിൽക്കുകയാ. എന്തുകൊണ്ടാണ് യേശു അവിടെ നിൽക്കുന്നത്? ഞാനായിരുന്നെങ്കിൽ ഇറങ്ങി പോകുമായിരുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തമ്പുരാൻ ഒന്ന് പറയുവാനുണ്ട്. ഞാൻ വന്നത് വിരുന്ന് കൂടുവാനല്ല, ഞാൻ വന്നത് വീഞ്ഞു കുടിക്കുവാനല്ല, ഞാൻ ഇവിടെ കടന്നു വന്നത് ശ്രേഷ്ഠമായ ഇരിപ്പിടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനല്ല. ഹല്ലേലൂയ. മിനിറ്റുകൾക്ക് ശേഷം ഈ ഭവനത്തിൽ വലിയൊരു നിന്ദ കടന്നു വരാനുണ്ട്. വെളിപ്പാട് കത്തുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മിനിറ്റുകൾക്ക് ശേഷം ഈ ഭവനം ഒരു നിന്ദയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ വന്നത് ഈ ജനത്തിന്റെ നിന്ദ മാറ്റാനാ. വെളിപ്പാട് പ്രാപിച്ചവർ വെറുതെ ഇരിക്കില്ല കേട്ടോ. കർത്താവിന്റെ ശക്തിയോടെ ആരാധിച്ചാട്ടെ. നല്ല നേത്രം കൊണ്ട് നോക്കിയാൽ വിരുന്നിന് വന്ന യേശു, പക്ഷെ തമ്പുരാന്റെ പദ്ധതി ജനത്തിന്റെ നിന്ന പൊട്ടിക്കുക എന്നുള്ളതാണ്. നിന്ന പൊട്ടിക്കാൻ ഒരു നിന്ദിതനായ യേശു അവിടെ നിന്നു. സഭയുടെ ഒരു ദൂത് പറയട്ടെ. യേശു ക്രിസ്തു അന്ന് പ്രവർത്തിച്ച അതേ തമ്പുരാൻ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന മാറ്റി
മാറ്റുവാൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂത് പ്രാപിക്കുവാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ചത് പ്രാപിച്ചാണ്. ഹല്ലേലൂയ. നിന്ന് മാറ്റുവാൻ യേശു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ അമ്മയെന്ന് അവകാശപ്പെടുന്ന മറിയ പറയുകയാ, ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. ഹല്ലേലൂയ. മറിയോട് ചോദിക്കുകയാ, ഹല്ലേലൂയ, നിനക്കെന്താ മറിയ എത്ര ഉറപ്പ്? ഹല്ലേലൂയ. ഇതുവരെ അവൻ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഈ 30 വർഷത്തിന്റെ ഒരു അത്ഭുതവും കണ്ടിട്ടില്ല. പക്ഷെ മറിയ നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഹല്ലേലൂയ. മറിയയുടെ മാതൃക സ്വീകരിച്ചോ? സേവിക്കുന്ന ദൈവത്തിന് ഒരു ഉറപ്പ് വേണം. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്നത് ആരെയാണെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ കത്തിയാൽ യഹൂദ ആചാരപ്രകാരം വീഞ്ഞുണ്ടാക്കേണ്ട സകല രീതി ഫോളോ ചെയ്ത് കറക്റ്റ് പാത്തില വീഞ്ഞുണ്ടാക്കിയത്. കറക്റ്റ് പാത്തില. ഹല്ലേലൂയ. ഒരു ഇൻഗ്രീഡിയൻസ് പോലും ഹല്ലേലൂയ കുറഞ്ഞ കൂടിയോ ഒന്നും ചെയ്യാതെ കറക്റ്റ് അളവിൽ എല്ലാവർക്കും തികയുമാറാ ഉണ്ടാക്കിയത്. എന്നാൽ അത് ഉണ്ടാക്കിയ വിടുതുവഴിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത് നാളെ തീരുമെന്നും ഹല്ലേലൂയ തനിക്കുള്ള വീഞ്ഞ് പുറത്തുള്ള ഹല്ലേലൂയ കിണറ്റിലെ വെള്ളത്തിൽ നിന്നും ഒഴിവാകുമെന്നും ഈ വ്യക്തിക്ക് അറിയത്തില്ല. ഒരു ദൂത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. സാധ്യത അസ്തമിച്ചെന്ന് ഓർക്കുമ്പോൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഇടത്തു നിന്ന് ദൈവം ഒരു ഉത്തരം തരും. ഹല്ലേലൂയ. നിന്നെ കണ്ടുകൊണ്ട് നോക്കിയാൽ ആ ഒരു സാഹചര്യത്തിന് ഹല്ലേലൂയ ഒരു ഉത്തരമായിട്ട് എവിടെയൊക്കെ ഒരു പക്ഷേ അടുത്തെവിടെയെങ്കിലും വീഞ്ഞുണ്ടായിരുന്നെങ്കിലോ ഉറപ്പായിട്ട് അവർ ആദ്യം അങ്ങോട്ട് പോയത്. ഹല്ലേലൂയ. പറഞ്ഞു വന്നതിന്റെ സാരം ചിന്ത കൊണ്ട് കെട്ടിയതും ബുദ്ധി കൊണ്ട് കെട്ടിയതും എല്ലാം ഒന്ന് മാറ്റിവെച്ചേ. ഹല്ലേലൂയ. ഇതുവരെ നീ കാണാത്തത് നിന്റെ സാഹചര്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ, നീ നിൽക്കുന്ന ഇടത്ത് നിന്ന് തന്നെ ഹല്ലേലൂയ കിണറ്റിലെ വെള്ളം കോരി അതിനെ വീഞ്ഞാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത് ആ കർത്താവിനാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യത്തിൽ പ്രതീക്ഷ അറ്റെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൂതായിട്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നിന്റെ സാഹചര്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് നീക്കുപോക്കേണ്ടി യേശു കൽപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ അതിന്റെ നീക്കുപോക്ക് ദൈവം കൽപ്പിക്കും. ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. പക്ഷെ വേറൊരു സ്ഥലത്തല്ല, നീ നിൽക്കുന്നിടത്ത് തന്നെ, നീ നിൽക്കുന്നവിടത്ത് തന്നെ, നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഇടത്ത് നിന്ന് എന്റെ ഉള്ളത്തെ ബലപ്പെടുത്തിയ വലിയ ദൂതായിട്ട് ഹല്ലേലൂയ ഇത്ര ശ്രേഷ്ഠമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള യേശു. ആ യേശു അതിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നിരിക്കുന്നത്, നിന്റെ സാഹചര്യം മാറ്റുവാൻ ഇന്ന് ഈ ഹോളിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ആ യേശു അത്രേ. കർത്താവിന് നന്ദി കൊടുത്താട്ടെ, കർത്താവിന് ആരാധന കൊടുത്താട്ടെ. സേവിക്കുന്ന യേശുവിനെ കുറിച്ച് ഉറപ്പുള്ളവർ കർത്താവിന് ആമേൻ കരയ്ക്കാട്ടെ. കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, ഹല്ലേലൂയ, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, ഹല്ലേലൂയ, ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, ആ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഓ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഹൃദയത്തോട് നന്ദി കൊടുത്താൽ
അവൻ മതിയാവിന് ഉറപ്പുള്ളവർ ചേർന്ന് നന്ദി പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ നിന്ന് നന്ദി വെളിപ്പെടട്ടെ. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. ഉറപ്പോടെ പാടിക്കും, ഉറപ്പോടെ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായി അനാഥനം, എന്നാലിന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായി അനാഥനായി, എന്നാലിന്നു ഞാൻ ധന്യനായി. അനുഭവിച്ചവർ പാടിയാതെ, ഹൃദയം തുറന്ന് അഭിഷേകത്തോടെ പാടിയാതെ. റിഖാരക ശഖാരക ഓ റമഖവരകലക എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ. യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ. യേശു, എന്നെ നന്നായി അറിയുന്നവൻ. യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശുവിനെ ചേർന്ന് യേശു, എന്റെ സ്നേഹിതൻ. യേശു, എന്റെ പ്രാണപ്രിയൻ.
മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും നിന്ന മാറ്റുവാൻ ഇറങ്ങി വന്നൊരു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എന്റെ യേശു മാത്രം മതിയെന്ന്, എന്റെ യേശു മാത്രം എനിക്ക് മതിയായവനെന്ന് ഹൃദയം തുറന്ന് പറയുവാൻ കഴിയുന്നവർ ഹല്ലേലൂയ ആ വരികൾ പാടിക്കൊണ്ടേ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തോട് ചേർന്ന് പാടിക്കാട്ടെ. ഓ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ, സുഖമുള്ള ഒരു വേദനയുടെ അവസരത്തിൽ മാത്രമല്ല, ഹല്ലേലൂയ, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ സന്തോഷവേളയിലും എനിക്കവൻ മതിയായവനെന്ന് ഹൃദയം തുറന്ന് പറയുവാൻ കഴിയുന്നവർക്കായി ദൈവത്തെ ഉയർത്തുകയാ. നിങ്ങളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. യേശുവിനെ ഒരു ഗുരുവായിട്ട് കാണുവാൻ എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കാനായിലെ കല്യാണ വിരുന്നില് ഹല്ലേലൂയ അവരെന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ ഹല്ലേലൂയ അത് നിങ്ങൾ ചെയ്യുമെന്നും ഹല്ലേലൂയ മറിയ പറഞ്ഞ വാക്കിനനുസൃതമായി യേശുവിന്റെ വായിൽ നിന്നും വരുന്ന വാക്ക് പിടിച്ചെടുത്ത് ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു ഗുരുവിന്റെ വായിൽ നിന്നും വരുന്നത് എന്താണോ അത് പിടിച്ചെടുത്ത് അതുപോലെ നിറവേറ്റുവാൻ ഹല്ലേലൂയ ഒരു പറ്റം ശിഷ്യന്മാരോട് റെഡിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ദൂതായിട്ട് പറയാം, അന്ന് ശിഷ്യന്മാരോട് റെഡി ആയിരുന്നില്ലെങ്കിൽ തമ്പുരാൻ പറയുന്നത്, ഒരു ഗുരു പറയുന്നത് അനുസരിപ്പാൻ ഏറ്റെടുത്ത് അതുപോലെ ചെയ്യുവാൻ ഹൃദയത്തിൽ ഒരുക്കമുള്ളവരായിട്ട് ഒരു പറ്റും ശിഷ്യന്മാർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത്ഭുതം അവിടെ നടക്കത്തില്ലായിരുന്നു. യേശുവിന് കഴിവുണ്ട്, പക്ഷേ അപ്പന്റെ വാക്കിനനുസൃതമായി അനുസരണത്തോടെ നിൽക്കുവാൻ ഒരു തലമുറയെ അവൻ നോക്കുകയാ. യേശുവിന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു തലമുറ യേശുവിന് വേണം. ആ ശിഷ്യത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഓ, ദൈവത്തിന് സ്തുതി കരേറ്റിയാട്ടെ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. ഓ, വേറെയും നീയും സ്നേഹിക്കില്ല യേശുവേ. സ്നേഹിക്കില്ല യേശുവേ. ആദിനുമന്ത്യമായോനേ ജീവൻ
സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ കരേറ്റിയാട്ടെ. ശക്തമേറിയ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ ചലിക്കുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അവന് ഹല്ലേലൂയ കരേറ്റിയാട്ടെ. അടിത്തട്ടിൽ നിന്നും അതിനെ പൊങ്ങി വരുന്നൊരു ദൈവസ്നേഹം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവസ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നവർ കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ, ശക്തിയോടെ. കരങ്ങളെ ചേർത്തടിച്ച് കൈത്താളത്തോടെ ശക്തിയോടെ ദൈവസ്നേഹത്തിന് നന്ദി കരേറ്റിയാട്ടെ. ഉച്ചത്തറ മുതൽ ഉള്ളംകാല് വരെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. Oh, Shama, come on, come on, come on, Shama, la 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 la. Oh, Shama, la 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 la. Oh, Shama, la 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 la. Shama, la 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 la. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. എന്റെ കർത്താവറിയാതെ ഒന്നും പാഴായി പോകയില്ല. എന്റെ കർത്താവറിയാതെ ഒന്നും പാഴായി പോകയില്ല. അവൻ നഷ്ടമായ സമയമെല്ലാം വിലയുള്ള നിക്ഷേപമാക്കി. നഷ്ടമായ സമയമെല്ലാം വിലയുള്ള നിക്ഷേപമാക്കി. തമ്മിലാരെയും പഴിച്ചിടാതെ ദൈവ ഇഷ്ടത്തിനേൽപ്പിക്കുന്നേ. തമ്മിലാരെയും പഴിച്ചിടാതെ ദൈവ ഇഷ്ടത്തിനേൽപ്പിക്കുന്നേ. ഓ ഉലയിലെ തീക്കനലോ മൂർച്ചയുള്ള ആയുധത്തിനാ. ഉലയിലെ തീക്കനലോ മൂർച്ചയുള്ള ആയുധത്തിനാ. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. എന്റെ കർത്താവറിയാതെ വാതിലുകൾ അടയുന്നില്ല. എന്റെ കർത്താവ്
ഭവിക്കുകയില്ല. ഇതിൽ ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇതിൽ ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. എന്റെ കർത്താവറിയാതെ ഒന്നും പാഴായി പോകുകയില്ല. എന്റെ കർത്താവറിയാതെ ഒന്നും പാഴായി പോകുകയില്ല. നഷ്ടമായ സമയമല്ല വിലയുള്ള നിക്ഷേപമാക്കി. ഓ നഷ്ടമായ സമയമല്ല വിലയുള്ള നിക്ഷേപമാക്കി. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. എന്റെ കർത്താവറിയാതെ ഓ വാതിലുകൾ അടയുകയില്ല. എന്റെ കർത്താവറിയാതെ അവൻ വാതിലുകൾ ഏഴു വഴി തുറന്നിട്ടല്ലോ ഒരു വഴി അടയുന്നത്. അവൻ ഏഴു വഴി തുറന്നിട്ടല്ലോ ഒരു വഴി അടയുന്നത്. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. കമ്മികാരെയും പഴിച്ചിടാതെ ഇവ ഇഷ്ടത്തിനേൽപ്പിക്കുന്നേ. കമ്മികാരെയും പഴിച്ചിടാതെ ഇവ ഇഷ്ടത്തിനേൽപ്പിക്കുന്നേ. ഉലയിലെ തീക്കനലോ അത് മൂർച്ചയുള്ള ആയുധത്തിനാ. അവൻ ഉലയിലെ തീക്കനലോ അത് മൂർച്ചയുള്ള ആയുധത്തിനാ. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. എന്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഇത് ദൈവിക പദ്ധതിയോ ഞാൻ നിനയ്ക്കും പോലെയല്ല. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർദ്ധിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർദ്ധിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഓ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും. തിരിച്ചുടലിന്റെ ഒടിയെന്നാലും ഭയപ്പെടേണ്ടിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും. ഓ തിരിച്ചുടലിന്റെ ഒടിയെന്നാലും ഭയപ്പെടേണ്ടിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം
കൊടുക്കുന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും യേശുവേ കൂട്ടിനാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ ഒരിക്കൽ കൂടി തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട പോവിപ്പാടുവേ നിന്റെ കൂടെ അമ്മേ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട പോവിപ്പാടുവേ നിന്റെ കൂടെ എണ്ണമില്ലാതുള്ള കണ്ണുകളോട്ടാൽ നമിപ്പാനായ നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള കണ്ണുകളോട്ടാൽ വഹിപ്പാൻ Shama
ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? പാടിയ പാട്ട് പോലെ യേശുവിനെ അപ്പന്റെ കരത്തിൽ വരച്ചിരിക്കുന്നുവെന്ന്, തന്റെ ഉള്ളം കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഈ പകൽക്കാലം ഉറപ്പോടെ പറവാൻ കഴിയുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തെ ചലിപ്പിക്കുമാറ് കർത്താവിനെ സ്തുതിച്ചാണ്. ഓ രാമ, സ്വർഗം ചലിപ്പിക്കുമാറ്, യേശുവിന്റെ സാന്നിധ്യം ചലിക്കുമാറ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. തന്നുള്ളം കയ്യിൽ വരച്ചവനെന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിച്ചത് പാടുമോ? തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. Hallelujah, 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 hallelujah. Hallelujah, 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 ഞങ്ങളുടെ കർത്താവേ, സർവശക്തനായ അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ പ്രസാദത്തിനായി നന്ദി കർത്താവേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നിയതിനാൽ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കാൻ കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിലനിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സിംഹങ്ങളുടെ മുൻപിലായാലും അഗ്നികുണ്ഡത്തിലായാലും ഉള്ള കരത്തിൽ വരച്ചവൻ ഹല്ലേലൂയ ഞങ്ങളോട് കൂടെയുള്ളതിനാൽ സിംഹത്തിന് തൊടാൻ കഴിയാതെ, അഗ്നിക്ക് ഞങ്ങളെ ദഹിപ്പിക്കാൻ കഴിയാതെ, വെള്ളത്തിന് ഞങ്ങളെ മൂടുവാൻ കഴിയാതെ വണ്ണം അങ്ങ് ഞങ്ങളോട് കൂടെ ഇറങ്ങി വന്ന് വസിക്കുന്നതിനാൽ ആ കൃപയ്ക്കായി നന്ദി കർത്താവ്. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിലനിർത്തി. കർത്താവേ, തുടർന്നുള്ള നിമിഷങ്ങളിൽ ശുശ്രൂഷകളിലെല്ലാം ദൈവാത്മാവേ അങ്ങ് സംസാരിക്കും. മനുഷ്യന് സംസാരിക്കാനുള്ളതൊന്നും ഞങ്ങൾ കേൾക്കേണ്ട കർത്താവേ. ആരെ ഹൃദയത്തിന്റെ തോന്നലുകളെ കേൾക്കുവാനല്ല കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ ഹിതം അറിയുവാൻ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ വഴികളെ അറിഞ്ഞ് ആ വഴികളിൽ തന്നെ നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആരെയും ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ച് പോകുവാനല്ല അങ്ങ് ഞങ്ങളെ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അങ്ങ് വാഴുന്നതിനാണ്, അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഞങ്ങൾ സഭയായി മുമ്പോട്ട് പോകാൻ ഇടയാക്കണം. അതുകൊണ്ട് തന്നെ കർത്താവേ, ഇവിടെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരുടെ അങ്ങയുടെ ആത്മാവിന്റെ നിറവ് വെളിപ്പെടുവാനായി
കർത്താവേ, അങ്ങയുടെ ഹിതം വെളിപ്പെടുവാനായി അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ ശബ്ദമായി നിൽക്കുവാൻ ഓരോരുത്തരും ഇടയാണ്. അത് ചെയ്തിരിക്കാൻ സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബെൻസിനെ ചന്ദ്രമോട് നമുക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. 147 സങ്കീർത്തനം, Psalms 147. 147 വാക്യപ്രതിഗാനമായി യഹോവയെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്ന നല്ലത്, അത് മനോഹരവും സ്തുതിവിചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ വിവേകത്തിന് അന്തമില്ല. താഴ്ന്നുള്ളവരെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, ഇന്നലത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കുഞ്ഞുങ്ങൾക്കും അത് തന്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. യെരൂശലേമേ, യഹോവയെ പുകഴ്ത്തുക, സിയോനേ, നിന്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകൾ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ കോപം കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നേർപ്പെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനായി. അവൻ ജലവചനമയച്ചവയെ മുരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ദിവസം ദൈവമേ, നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ സമയം അന്ന് തന്നായി വചനത്തിനായി സംഘത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ അങ്ങനോട് സംസാരിക്കാനുള്ളത് കർത്താവ് ഞങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാത്മാവത്തോടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മൾ ഈ സഭയിലേക്ക് അല്ലെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനു മുമ്പ് എഴുതിയ ചില സങ്കീർത്തനങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അധ്യായമാണ് സങ്കീർത്തനങ്ങൾ. അതിന്റെ തുടർച്ചയായിട്ടാണ് 147 സങ്കീർത്തനം കാണുന്നത്. ഹല്ലേലൂയ. ഇത് എഴുതിയതാരാണെന്ന് അറിയുന്നില്ല. പക്ഷെ ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്ന ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മെ കർത്താവായ ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തെ സ്തുതിക്കുവാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒന്നാം വാക്യം വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. 7-ാം വാക്യം. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. 12-ാം വാക്യം. യെരൂശലേമേ, യഹോവയെ പുകഴ്ത്തുക, സിയോനേ, നിന്റെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. സ്തോത്രം. ഈ 3 വാക്യങ്ങളും നമ്മളോട് പറയുന്നത് നമ്മെ വിളിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. We are called on to praise to God. ആമേൻ. സ്തോത്രം, സ്തോത്രം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവം വിളിച്ചത്? ദൈവത്തെ സ്തുതിക്കുവാനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ജീവൻ നൽകി, ഹല്ലേലൂയ, ബലം നൽകി, ആരോഗ്യം നൽകി. ഹല്ലേലൂയ. പാൻഡമിക്കിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മളെ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് സങ്കീർത്തനം 27:13 ഇങ്ങനെ പറയുന്നു, ജീവനുള്ള ഒരു ദേശത്ത് ദൈവം
നന്മ കാണേണ്ടതിനാണ് നമ്മൾ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനോട് നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് മെയിൻ റീസൺ ഇതാണോ? ഹല്ലേലൂയ അല്ല. ഹല്ലേലൂയ. നാം എല്ലാവരും പാപികളായിരുന്നു, ദൈവസഭയോട് യാതൊരു ബന്ധമില്ലാത്തവരായിരുന്നു, കാട്ടുകല്ലുകളായിരുന്നു. നമ്മെ ദൈവത്തിന്റെ സഭയുടെ കല്ലുകളാക്കി ദൈവം ചേർത്ത് പണിതു. ഹല്ലേലൂയ. ആ വലിയ പദ്ധതിയാണ് ഇന്ന് നമ്മൾ രാവിലെ ഓർക്കേണ്ടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ 15:5 പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഹല്ലേലൂയ. ആ മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലേക്കാണ് നമ്മൾ വിളിച്ചത്. ഹല്ലേലൂയ. ആ ബന്ധം ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കാട്ടുകല്ലുകളായിരുന്ന നമ്മെ നാട്ടുകല്ലിനോട് ചേർത്ത് ഒട്ടിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ ബന്ധത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കണമെന്ന് നമ്മെ ദൈവം വിളിച്ചത് ആ ഒരു വലിയ ബന്ധത്തിലേക്കാണ്. ആ ബന്ധത്തിലേക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ക്രൂശമരണം മൂലം പാപികളായിരുന്നു നമ്മൾ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ദൈവസഭയുമായി വലിയ ബന്ധം തന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളാക്കി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി. ഹല്ലേലൂയ. ഒരു വലിയ പ്രത്യാശ നൽകി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ കർത്താവിനോട് കൂടെ നിത്യയുഗമായി വാഴും. ഹല്ലേലൂയ. ആ വലിയ പ്രത്യാശ ഉള്ളത് കൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കാം. ഇത് മെയിൻ റീസൺ ആണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ സംഘത്തിനതിൽ രണ്ടാമത് വീണ്ടും നമ്മളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവ് ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് ദൈവം സ്തുതിക്ക് യോഗ്യനാണ്. അതിന്റെ 4-5 വായിക്കാമോ? അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. ആമേൻ. സ്തോത്രം. നമ്മൾ താമസിക്കുന്ന ഗാലക്സിയിൽ മോർ ദാൻ 1 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. അവയെല്ലാം പേര് വിളിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ പല ഗാലക്സികളും ഉണ്ട്. അതിനെല്ലാം സൃഷ്ടിച്ച ദൈവം, കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. ഭയങ്കര ദൈവമാണ്. തന്റെ വിവേകത്തിന് അന്തമില്ല. ഇൻഫിനിറ്റ് വിസ്ഡമാണ് ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തുതിക്ക് യോഗ്യനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 8-9 വായിക്കാം. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ആമേൻ. സ്തോത്രം. ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമിക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നു. ഹല്ലേലൂയ. എന്റെ വിവേകത്തിന് ഒരു അന്തവുമില്ല. അത് മനുഷ്യന്റെ മനസ്സിന്, മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. സ്തുതിക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. 15 മുതൽ 18 വരെ നോക്കണം. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷണം കഷണമായി എറിയുന്നു. അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ ആർ? അവൻ തന്റെ വചനമയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ജീവനുള്ള വചനത്തിന്റെ ശക്തിയാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. എന്റെ വചനം അതിവേഗം ഓടുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന് കർത്താവ് മറുപടി നൽകി. നമ്മളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് ഓരോ വിഷയത്തിന് നമുക്ക് മറുപടി തന്ന ദൈവമാണ്. എന്റെ വചനത്തിന് യാതൊരു ബൗണ്ടറി ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവം ഭയങ്കര ദൈവമാണ്. സ്തുതിക്ക് യോഗ്യനായ ദൈവമാണ്. രാവിലെ നമ്മൾ അവന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത് ഈ സുഹൃത്ത് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കൃപ തന്റെ മക്കളെ പൊതിയുന്നതാണ്. ഗോഡ്സ് ഗ്രേസ് കംഫോർട്ടിംഗ് ഹിസ് പീപ്പിൾ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമ്മളെല്ലാം പൊതിയുന്നു. ആമേൻ. 3-ാം വാക്യം വായിക്കാമോ? മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. ആമേൻ. സ്തോത്രം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. യെശയ്യാ 51-ലും ലൂക്കോസ് 4:18-19 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നത് നമ്മുടെ മനം തകർന്നവരെ രക്ഷിക്കാൻ വേണ്ടി, നമുക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ്, നമുക്ക് വിടുതൽ നൽകാൻ വേണ്ടിയാണ്, ഭക്തന്മാരെ വിടുവിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ആ വലിയ നമുക്ക് ആർക്കും അതിന് യോഗ്യതയില്ലായിരുന്നു. നമ്മെ കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, ദുഷ്ടനിനത്തോളം താഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം.
10-ാം വാക്യത്തിൽ അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുകൾ പ്രസാദിക്കുന്നുമില്ല. ആമേൻ. പലപ്പോഴും നമ്മൾ ഈ വാക്യം പലയിടത്തും അശ്വബലം, കുതിരശക്തി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ ഒരു വാക്കാണ്. ഹല്ലേലൂയ. I have job, I have enough thing, I have to do something. Hallelujah. I can do something. I'm good for something. I can do everything. But God says, you are good for nothing. Hallelujah. നമ്മൾ രാവിലെ ഓർക്കേണ്ടത് നമ്മൾ ഒന്നിനും ശക്തിയില്ലാത്തവരാണ്. യഹോവയിൽ ആശ്രയിക്കുക. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നതിന്റെ ദൈവം ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവകൃപയ്ക്ക് യോഗ്യരല്ലാരും നമ്മെ കർത്താവിന്റെ ക്രൂശന്മാർ നമ്മളെ എല്ലാത്തിനും യോഗ്യരാക്കിയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ പൊതിയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് നമുക്ക് ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. 13-14 വാക്യങ്ങളിൽ അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകൾ ഉറപ്പിച്ച് നിന്റെ അകത്തിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ കോതമുടൽ കുത്തിവെക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്യം നമ്മുടെ സഭയുടെ പ്രോമിസാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനു മുമ്പ് ഇങ്ങനെ പറയുന്നു, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന യഹോവ പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. അവർക്കാണ് അവന്റെ വാതിലുകളുടെ ഓടാമ്പലുകൾ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ കോതമുടൽ തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ ഓടാമ്പലുകളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. സഭയിലെ മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ താമസിക്കുന്ന പട്ടണങ്ങളിൽ സമാധാനം വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് കർത്താവെ പാലുകൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു സഭയുടെ പ്രോമിസായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. അവസാനമായി 19-20 വാക്യം വായിക്കുമ്പോൾ വായിക്കുന്നു. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. ആമേൻ. സ്തോത്രം. പുതിയ നിയമവിശ്വാസികളെ നമുക്കാണ് കർത്താവ് നമുക്ക് ചട്ടം തന്നത്. ഇത് അവന്റെ ജീവനുള്ള വചനമാണ്. ഇത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സകല കാര്യങ്ങളും അല്ലെങ്കിൽ അത് നമുക്ക് വെളിപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെ വേറൊരു ജാതിക്കും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ഞായറാഴ്ചക്കാർ നമ്മളിവിടെ വന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം? ഭയങ്കര ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. വിവേകത്തിന് അന്തമില്ലാത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്തുതിക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. രാവിലെ സമയം നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവം തന്ന പ്രോമിസുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ.